ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട് PSC മുൻപ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 വസ്തുക്കൾ ജലത്തിൽ മുങ്ങുമ്പോൾ അവയ്ക്ക് നഷ്ടപ്പെടുന്ന ഭാരം തുല്യമാണെങ്കിൽ അവയുടെ ഡാഷ് തുല്യമായിരിക്കും. വ്യാപ്തം. പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏത്? പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏത്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്? പ്ലാസ്മ. ഒരു ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ഏതുതരം ഊർജമാണ് ഉള്ളത്? സ്ഥിതികോർജം. ഒരു വസ്തുവിൻ്റെ ആക്കം 20% വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജം എത്ര ശതമാനം വർദ്ധിക്കും? 44%. കായിക ബലത്തെ വൈദ്യുതോർജമായി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം? ഡൈനാമോ. ഡൈനാമോ കണ്ടുപിടിച്ച വ്യക്തി? മൈക്കിൾ ഫാരഡെ. പവർ അളക്കുന്ന യൂണിറ്റ്? വാട്ട്. സ്പ്രിംഗ് ത്രാസ് ഉപയോഗിക്കുന്നത് ഡാഷ് അളക്കാനാണ്? ഭാരം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിഫ്റ്റിലെ തുലാസിൽ ഒരാൾ നിൽക്കുകയാണ്. തുലാസിൽ ഏറ്റവും കുറവ് അളവ് കാണിക്കുന്നത് ലിഫ്റ്റ് എങ്ങനെ ചലിക്കുമ്പോഴാണ്? സമാന വേഗതയിൽ താഴോട്ട്. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖയിൽ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്? ന്യൂട്ടൺ. വിളക്കുനാടയിൽ എണ്ണ കയറുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? വിളക്കുനാടയിൽ എണ്ണ കയറുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? കേശികത്വം. 2ാം വർഗ ഉത്തോലകത്തിൻ്റെ യന്ത്ര സൗകര്യം എത്രയായിരിക്കും? എല്ലായ്പ്പോഴും 1-ൽ കൂടുതലായിരിക്കും. ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? തെർമോമീറ്റർ. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്ര? 4200 J/kg. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. എന്തുകൊണ്ട്? ലീനതാപം കൂടുതലായതിനാൽ. പ്രഷർ കുക്കറിൽ പാചകം കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം? ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു. അന്തരീക്ഷത്തിലെ ആർദ്രത ഹ്യൂമിഡിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്തരീക്ഷ താപത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ബാധിക്കുന്നില്ല. 100 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ വെച്ചിരിക്കുന്ന ഒരു ബാരോമീറ്റർ 75 സെൻറ്റിമീറ്റർ മെർക്കുറി കാണിക്കുന്നു. ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലാണെങ്കിൽ ബാരോമീറ്റർ എത്ര രേഖപ്പെടുത്തുന്നു? 75 സെൻറ്റിമീറ്ററിൽ താഴെ. ബാരോമീറ്ററിലെ മർദ്ദത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയുകയാണെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? കൊടുങ്കാറ്റിനെ. ജലത്തെ 0°C നിന്നും 10°C ചൂടാക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം ആദ്യം കുറയും പിന്നെ കൂടും. ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തം ഡാഷ് കുറയും.